ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനെന്ന് പറഞ്ഞാൽ ഒരു 4 സംതിങ്ങിന് തന്നെ എണീക്കാറുണ്ട്. കാരണം ഇവിടെ 4:36 ആണ് ഇന്ന് സൂര്യോദയ സമയം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. നോർമലി ഈ സമയത്ത് 4:30-5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഒരു സൂര്യനൊക്കെ ഉദിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ കാണാനില്ല. ഈ സൈഡിലുള്ള പിക്ക് പറഞ്ഞാൽ 4:58 സമയത്ത് ഞാൻ എടുത്ത പിക്കായിരുന്നു. ഇന്ന് സൂര്യന് അത്ര കാണാനില്ല, ഒരു മൂടലൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഉറങ്ങി. കോളേജ് സമയം 9:30 പക്ഷെ ഞാൻ എണീക്കാൻ ലേറ്റായി. എന്നിട്ട് ഞാൻ കോളേജിലേക്ക് പോകാനൊക്കെ ഒരുങ്ങി. പിന്നെ ഇത് അമൂലേച്ചി എനിക്ക് തന്ന പെർഫ്യൂമായിരുന്നു. അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പോയി കോളേജിലോട്ട്. ഇവിടെ രജിസ്റ്റർ സമ്പ്രദായമുണ്ട്. നമ്മൾ പോകുമ്പോൾ രജിസ്റ്റർ എഴുതണം. അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇതെൻ്റെ ബാച്ച്മേറ്റ്സാണ്, അനന്യയും തുളസിയും. ഇന്ന് ചായക്ക് എന്ന് പറയുമ്പോൾ പൂരിയും ആലു സബ്സിയും കറിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്റ്റുഡൻസ് മെസ്സാണ്, അതുകൊണ്ട് കുട്ടികൾ തന്നെയാണ് ഫുഡിന് മെനു ഉണ്ടാക്കുന്നത്, കാര്യങ്ങൾ വാങ്ങുന്നത്. റെപ്രസെൻറ്റേറ്റീവ്സ് ഓരോ മാസവും മാറും, അതുകൊണ്ട് ക്വാളിറ്റി ഫുഡ് ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഓരോ സ്റ്റുഡൻസിനനുസരിച്ചിട്ടിരിക്കും ഓരോ മാസത്തെയും കാര്യങ്ങൾ. What did you teach me today? నాకు నేర్పించండి, teach me. അത് ജാൻവി ആയിരുന്നു, അനാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാനിവിടെ വന്നിട്ട് കുറേ തെലുഗു മറാഠിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാക്ക് തെളുസു, നാക്കു തെളിയതണ്ടി, അതുപോലെ തന്നെ ബാഗുന്നവ, തിന്നറ. എൻ്റെ ലാബിലും കുറേ പേര് തെലുഗു പീപ്പിളുണ്ട്. പിന്നെ മറാഠി കുറേ പേരുണ്ട് നൈപ്പറിൽ. അങ്ങനെ അതും പഠിച്ചു. ജവലാത്ക, ജേവൻസാല, ലോക്കർ, ആടും. അങ്ങനെ ലാബിലെത്തി. എനിക്ക് ലാംഗ്വേജസൊക്കെ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ തെലുങ്കിൽ കുറച്ച് വേർഡ്സൊക്കെ സിമിലറായിട്ട് മലയാളത്തിലും ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് യുവിയുടെ കാലിബ്രേഷനാണ്. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ചും കൂടി R² ശരിക്കും കിട്ടാൻ വേണ്ടി ചെയ്യുകയാണ്. പിപ്പറ്റിങ്ങും അതുപോലെ തന്നെ യുവിയൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. പിന്നെ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും നല്ലതാണ്. പിന്നെ നമ്മൾ തെറ്റുകൾ വരുമ്പോൾ നമുക്ക് PhDs ആണെങ്കിലും ഒക്കെ കറക്റ്റ് ചെയ്ത് തരും, അതൊരു കാര്യമുണ്ട്. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്നലത്തെ സ്റ്റോക്ക് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരുന്നായിരുന്നു. ഓരോ ഫാക്കൽറ്റിയുടെ അണ്ടറിലും ലാബ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വേയിലായിരിക്കും. ഞങ്ങൾക്ക് ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് പ്രോട്ടോക്കോളൊക്കെ ഉണ്ടാക്കിപ്പിക്കാറുണ്ട്. അതിന് വയൽ വാഷിംഗ് ആണെങ്കിലും കാലിബ്രേഷൻ ആണെങ്കിലും ബഫർ പ്രിപ്പറേഷൻ ആണെങ്കിലും എല്ലാം അങ്ങനെ ഉണ്ടാക്കും. പിന്നെ ഫ്രീ ടൈമിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിലെ നോട്ടൊക്കെ വായിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് പോയട്രി ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു PhD ഡേറ്റ്സ് കൊണ്ടുവന്ന് തന്നതായിരുന്നു. ഇന്ന് നമ്മൾ രാവിലെ കണ്ട പോലെ തന്നെ സൂര്യനൊന്നും അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. ഇന്ന് മഴയൊക്കെ ആയിരുന്നു ഇവിടെ. ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ്. എപ്പോൾ വേണേലും വെയിൽ, എപ്പോൾ വേണേലും മഴ ഉണ്ടാവും. പക്ഷേ വിൻ്റർ പിന്നെ കറക്റ്റ് സമയത്തിനുണ്ടാവും. ഇത് എൻ്റെ ലാബ്മേറ്റാണ്. ഉച്ച സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. മഴയുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് മാർച്ചിലൊക്കെ വെയിലായപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഇവിടെ ജൂണൊക്കെ ആയപ്പോൾ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ എന്താ പ്രതീക്ഷിക്കാതെ വീണ്ടും മഴ വന്നു. പിന്നെ ഇവിടെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും എക്സ്ട്രീമായിട്ട് പോവാറുണ്ട്. പിന്നെ ഡക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. അവരെ മഴയത്ത് കാണാനാണ് രസം. പിന്നെ പ്രേ ഒക്കെ ചെയ്ത് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഈ ഫുഡ് കഴിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. സ്റ്റുഡൻസ് മെസ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 മെസ്സായിട്ടല്ല, ഒരു മെസ്സായിട്ട് തന്നെ ഉണ്ടാവാറ്. അതായത് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ലോബിയ സബ്സി ഉണ്ടായിരുന്നു. മീൻസ് എന്ത് പയറാണത്, പയർ വർഗ്ഗത്തിൽ പെട്ടതാണ്. പിന്നെ ഇന്ന് റൊട്ടി ഇല്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നു. സിലിണ്ടർ ഇഷ്യൂ കാരണം. സ്റ്റുഡൻസ് മെസ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ അപ്ഡേറ്റഡ് ആയിട്ട് വരാറുണ്ട്. പിന്നെ രാവിലത്തെ കറി ഉണ്ടെങ്കിൽ അതും ഒക്കെ ഉണ്ടാവും. പിന്നെ റായിത്ത ഉണ്ടായിരുന്നു. റായിത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ മോര് തൈര് അങ്ങനത്തെ ഒരു സംഭവമാണ്. അതിലിങ്ങനെ ഇവർ ഓരോ പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറിൽ ഉണ്ടാവാറുണ്ട്.
അത് സമ്മറിലൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല എനർജറ്റിക്, നല്ലൊരു ഉന്മേഷമൊക്കെ തരുന്നൊരു ഡ്രിങ്കാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ലാബിലോട്ട് പോയി. ഇന്നലത്തെ സാമ്പിൾ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇന്ന് ഞാൻ UV ചെയ്തപ്പോൾ എനിക്ക് അബ്സോർബൻസ് വളരെ കുറച്ചാണ് കിട്ടിയത്. എന്നിട്ട് ആ സാമ്പിൾ ഡിസ്കാർഡ് ചെയ്ത് ട്യൂബ് വാഷ് ചെയ്യാൻ വെച്ചു. ഇന്നലത്തെ സാമ്പിൾ ആയതുകൊണ്ട് ഡിഗ്രേഡ് ആയിട്ടുണ്ടാവാം. പിന്നെ കുറച്ച് ലിറ്ററേച്ചറൊക്കെ ഇങ്ങനെ നോക്കി ഇരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ടീയും കോൺ ഫ്രൈയും ഉണ്ടെന്ന്. പിന്നെ ഇവിടുത്തെ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ മാസത്തെ മെസ്സിൻ്റെ പോലെ ഇരിക്കും. ആരാണോ നോക്കുന്നത് അവരൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഫുഡ്. പിന്നെ ഞാൻ വീണ്ടും റൂമിലോട്ട് പോയി വിശ്രമിച്ച് നിസ്കരിച്ച് വീണ്ടും കോളേജിലോട്ട് തന്നെ. എനിക്ക് ഈ കോളേജിൽ നിന്ന് മെസ്സിൻ്റെ ബാക്കിലൂടെ ഉള്ള വഴി ഭയങ്കര ഇഷ്ടമാണ്. ഞാനും എൻ്റെ ലാബ് പാർട്ട്നേഴ്സ് വീണ്ടും പുതിയ സ്റ്റോക്കിൽ നിന്നെല്ലാം പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പിന്നെ ഇന്നൊരു PhDയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കഫറ്റേരിയയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ വഴിക്കാണ് അഖിലനെ കണ്ടത്. അഖില ഇന്ന് ലാൻഡ് ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞു ഇരുന്നു. പിന്നെ ബർത്ത്ഡേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ എല്ലാവരും വരും. ബാക്കിലത്തെ നമ്മുടെ മലയാളി ടീംസ് അമൂലേച്ചൊക്കെ നോക്കിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ബർത്ത്ഡേ ആരാണോ ഉണ്ടായത് അവർ നമുക്ക് സ്നാക്സ് തിരിച്ചു തരും. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കഴിക്കും. നമ്മളും നമ്മുടെ ബർത്ത്ഡേക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കേക്കും പൊക്കവടയും സമോസയും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇന്ന് നല്ല ഫുഡ് കിട്ടിയിരുന്നു, കോൺ ഫ്രൈയും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് UV എടുക്കാൻ പോയതാണ്. പക്ഷേ ഇന്ന് വേണ്ട, നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഡ്രഗ് നാളെ ഡിഗ്രേഡ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇന്നത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 7 മണിയായിട്ടുണ്ടായിരുന്നു സമയം. അങ്ങനെ റൂമിലോട്ട് ചെല്ലുകയാണ്, എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ നിസ്കാരമൊക്കെ കറക്റ്റ് എന്ന് എനിക്ക് എല്ലാതും കിട്ടി. അങ്ങനെ കിട്ടാറൊന്നുമില്ല, ചില സമയത്ത് ലാബിൽ തന്നെ അതിനെ ഉണ്ടാവാറ്. പിന്നെ ഇന്ന് രാത്രി ഫുഡിന് പിന്നെ മെസ്സേജ് വന്നു. ഈ മെസ്സുകാരുടെ ഇന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഹൽവ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ ഈ ചില്ലി പനീറും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞാനും നവ്യയും ഞങ്ങൾ 2 പേരും സെക്കൻഡ് ഇയർ സ്റ്റുഡൻസാണ്. ഫുഡ് കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മലയാളി ടീംസിന് ഫുഡ് കഴിക്കാനൊപ്പം കിട്ടുക. കാരണം രാവിലെ പലവരും പല സമയത്ത് എണീക്കും, ഉച്ചയ്ക്ക് ലാബിൽ നിന്ന് പല സമയത്ത്, അങ്ങനെയൊക്കെ. പിന്നെ രാത്രി നമ്മൾ വോക്ക് ചെയ്യും. വോക്ക് എല്ലാ ദിവസമൊന്നും ചെയ്യാറില്ല, ചില ദിവസങ്ങളിൽ അങ്ങനെ വോക്ക് ചെയ്യും. ചില സമയത്ത് റൂമിൽ തന്നെ പോയിരിക്കും. അങ്ങനെ ഐശ്വര്യേച്ചിനെ കിട്ടി. പിന്നെ അതായത് എല്ലാവരും പറയുന്നു ഞാൻ പണിയെടുക്കുന്നില്ല. ഇന്ന് രാത്രി 9 വരെ പണിയെടുത്തിട്ടുണ്ട്. ഇനി ആരും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. അങ്ങനെ ചേച്ചിയോട് കുറച്ച് സംസാരിച്ച് ഞാൻ റൂമിൽ വന്നിട്ട് ജേർണൽ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. അങ്ങനെ ജേർണലൊക്കെ ചെയ്ത് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞാനങ്ങ് ഉറങ്ങി.